കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നമ്മൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നത്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നമുക്ക് തരുന്ന വീതം കുറഞ്ഞു വരുന്ന തുകയെ പറഞ്ഞത്. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്താണ്? ഇപ്പം ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ അങ്കണവാടിക്കാർ തുടങ്ങിയവരുടെ ഒന്നും അലവൻസോ കാര്യങ്ങളോ 60:40 കേന്ദ്രം തരുന്നേയില്ല. ഇത് തദ്ദേശഭരണ സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നു, സംസ്ഥാന സർക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നു. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഒരു സംശയം വേണ്ട, നിശിതമായിട്ട് പരിശോധിക്കപ്പെടും, തുറന്നു കാണിക്കപ്പെടും. ആശാവർക്കന്മാർ നന്നായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ, അവർക്ക് ഈ തുകയൊന്നും പോരാ, മാന്യമായിട്ടുള്ള ശമ്പളം വേണമെന്നുള്ള ഡിമാൻഡ് ശരിയാണ്. പക്ഷേ സമരം ചെയ്യേണ്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ആഫീസിന് മുന്നിലാണ്. കാരണം എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ്. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു ആശാ വർക്കേഴ്സിന്, അത് 7000 ആക്കി. അത് വേറൊരു സർക്കാരുമല്ല, ഇടതുപക്ഷ സർക്കാരാണ് വർദ്ധിപ്പിച്ചത്. 1000-ൽ നിന്ന് 7000 ഇൻസെൻറ്റീവ്. ആ ഇൻസെൻറ്റീവും കൂടി ചേർക്കുമ്പോൾ 13,000 രൂപയുണ്ട്. കോൺഗ്രസും BJPയും ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തുണ്ടോ ഈ തുക? ഇനിയും വർദ്ധിപ്പിക്കണം. ഒന്ന്, ഈ കേന്ദ്രത്തിൻ്റെ ടോൾ പിരിവ് കണ്ടിട്ട് അതുപോലെ പിരിക്കാൻ പോയിടുന്ന അടുത്തിട്ടിരിക്കണം. റവന്യൂ മോഡൽ അല്ലായിരുന്നു കിഫ്ബിയുടെ പ്രൊജക്റ്റുകൾ. 25% മാത്രമേ റവന്യൂ മോഡലുള്ളൂ. നമുക്ക് ഈ റോഡും പാലും ഒക്കെ കൂടിയേ തീരൂ. അപ്പോൾ എങ്ങനെ വ്യത്യസ്തമാകുന്ന കേന്ദ്രത്തിൻ്റെ ടോളിൽ നിന്ന്? എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞുകൂടാ. പക്ഷേ സർക്കാരിന് പരിഗണിക്കുന്ന വിഷയങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, എന്തിനാ 10 വർഷം കൊണ്ട് പിരിക്കണേ, 20 വർഷം കൊണ്ട് പിരിക്കുന്നത്? റവന്യൂ മോഡലാവണമെന്നല്ലേ ഉള്ളൂ. 50 വർഷം കൊണ്ട് 75 വർഷം കൊണ്ട് ഞങ്ങൾ പിരിച്ചുണ്ടാക്കിക്കോളാം. അപ്പോൾ എത്ര വരും ഇന്ന് ക്രോസിങ്ങിന്? അത്ര വരത്തുള്ളൂ, ചെറിയ തുക. 2, അലോസരം ഉണ്ടാവണം. എന്താ? ദീർഘദൂര കാർ യാത്രക്കാർക്കും ബാക്കിയുള്ളവർക്കും അല്ല, അവിടെ തദ്ദേശവാസികൾ ആണ് പാലിയേറ്റീവ്. നമ്മുടെ പാലിയങ്കരയിലെ പ്രശ്നം, തദ്ദേശവാസികൾ ക്രോസ് ചെയ്യുമ്പോൾ കൊടുക്കണം. 2 വീലർമാർ ചോദിക്കണം, 3 വീലർമാർ ചോദിക്കുന്നു. ഇല്ല, സർക്കാർ തീരുമാനിക്കുമല്ലോ, ഞങ്ങൾ 2 വീലേഴ്സ് ഫ്രീ, 3 വീലേഴ്സ് ഫ്രീ. പ്രാദേശികവാസികൾ അതിനുവേണ്ടി പ്രത്യേകമൊന്നുമില്ല, നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾക്ക് അനുവാദം മേടിച്ചാൽ മതി, അവർക്ക് ഫ്രീ ആയിരിക്കും.